നമസ്കാരം. ഇന്നത്തെ വീഡിയോ റിട്ടയർ ചെയ്തവരുടെ അല്ലെങ്കിൽ പ്രായമായവരുടെ വിശ്രമ ജീവിതത്തെക്കുറിച്ചാണ്. പ്രായമായവർ വിശ്രമ ജീവിതം നയിക്കണമെന്ന് പറയുന്നത് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ കടന്ന വിശ്രമ ജീവിതമാണ് പലരും നയിക്കുന്നത്. ഇതാകട്ടെ പല രോഗങ്ങളെയും ക്ഷണിച്ചു വരുത്തുന്നു. അമിതമായ വിശ്രമം നമ്മുടെ ശരീരാവയവങ്ങളെ മന്ദഗതിയിലാക്കുന്നു എന്നാണ് സത്യം. ബാല്യ കൗമാര യൗവന കാലഘട്ടങ്ങളിൽ നമ്മുടെ അവയവങ്ങൾക്കെല്ലാം തന്നെ നല്ല പ്രവർത്തനക്ഷമതയുള്ളതായിരിക്കും. യൗവന കാലഘട്ടം കഴിഞ്ഞാൽ അവയവങ്ങൾക്കെല്ലാം മന്ദത അനുഭവപ്പെടുന്നു. അപ്പോൾ അവയെ ബൂസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് സംശയലക്ഷ്യമെന്ന് നമുക്ക് പറയാം ഹൃദയമാണ്. ഹൃദയം ഒഴികെ മറ്റുള്ള എല്ലാ അവയവങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചാൽ അത് പരിഹരിക്കുവാൻ നമുക്ക് സമയം ലഭിക്കും. എന്നാൽ ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ പരിഹരിക്കാൻ സമയം ലഭിക്കുകയില്ല. ഹൃദയം നിലച്ചാൽ എല്ലാം നിലയ്ക്കും. അപ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബൂസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹൃദയത്തിന് നമ്മൾ നൽകേണ്ട ഒരേ ഒരു പരിചരണം വ്യായാമം മാത്രമാണ്. ഹൃദയം ഒരു ഗോഡൌൺ പോലെയാണ് പ്രവർത്തിക്കുന്നത്. സാധനങ്ങൾ ഇറക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്ന വിശാല ഗോഡൌൺ. വഴി തടസ്സമുണ്ടെങ്കിൽ ചരക്ക് ഗതാഗതം സ്തംഭിക്കും. അതുപോലെ തന്നെയാണ് രക്തക്കൊഴലിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മരണത്തിലേക്ക് നയിക്കും. ശക്തിയായ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ ഈ തടസ്സങ്ങൾ നീക്കാൻ സാധിക്കും. അതിനാണ് വ്യായാമം ചെയ്യണമെന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് പറയുകയല്ലാതെ പ്രവൃത്തിയിൽ കാണുന്നില്ല. സ്വന്തം ഹൃദയം പോലും സംരക്ഷിക്കാൻ കഴിയാത്തതായി നമ്മുടെ കേരള ജനത മാറിക്കഴിഞ്ഞു. ഇതിനൊരു മാറ്റം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ചെലവഴിക്കണം. എല്ലാ വ്യായാമങ്ങളും ഹൃദയത്തിന് ഗുണകരമാണ്. എങ്കിൽ പോലും പുഷപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ദിവസം 2-3 ഘട്ടങ്ങളിലായി 50 മുതൽ 60 പ്രാവശ്യം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഇതിൻ്റെ കൂടെ മറ്റ് ലഘു വ്യായാമങ്ങളും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. നല്ല ഉന്മേഷവും ആരോഗ്യവും ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാതെ, കുനിയാൻ കഴിയാതെ, മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഇരിക്കാനോ നടക്കാനോ കഴിയാതെ വാർദ്ധക്യകാലം മറ്റുള്ളവർക്കും നമുക്ക് തന്നെയും ഭാരമായി ജീവിതം നരകതുല്യമായി മാറും. മക്കൾ നമ്മുടെ മുൻജന്മ സുഹൃതമാണ്. അവരുടെ സന്തോഷപ്രദമായ ജീവിതത്തിന് നമ്മൾ ഒരു തടസ്സമാകരുത്. എത്ര നല്ല മക്കളായാലും കുറച്ചു കാലമൊക്കെ നോക്കും. അത് കഴിഞ്ഞാൽ അവർക്കും മടുക്കും. അപ്പോഴാണ് ഹോംനെസിനെ കുറിച്ചും വൃദ്ധസദനത്തെ കുറിച്ചുമൊക്കെ മക്കൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് മരണം വരെയുള്ള ജീവിതം മക്കൾക്ക് ഭാരമാകാതെ അവർക്ക് തണലും കൂട്ടുമായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. അതിന് വ്യായാമം മാത്രമേ പോംവഴിയുള്ളൂ. വ്യായാമത്തിന് ഷുഗർ, പ്രഷർ, പ്രമേഹം, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്തിന് ക്യാൻസറിനെ പോലും അകറ്റി നിർത്താൻ സാധിക്കും. വ്യായാമത്തിന്റെ കൂടെ ഭക്ഷണ കാര്യത്തിൽ നാം ശ്രദ്ധിക്കണം. പ്രായമായാൽ എണ്ണയിലും നെയ്യിലും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ ആർക്കും ഭാരമാകാതെ കഴിഞ്ഞൂടാ. സോ ഹെൽത്ത് ഈസ് വെൽത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.